വൈക്കം തലയാഴത്ത് കർഷകൻ ജീവനൊടുക്കിയത് CPക്കെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ശേഷം ആണെന്ന് ഞങ്ങളുടെ കോട്ടയം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. കൃഷിയുമായി മുന്നോട്ട് പോകാൻ CPI തടസ്സം നിന്നുവെന്നും എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി CPI മാത്രമാണെന്നും ഫേസ്ബുക്കിൽ കുറിച്ചു. പുളിക്കാശ്ശേരി ചെല്ലപ്പൻ എന്നയാളെയാണ് തലയാഴത്തെ CPIയുടെ ഇലക്ഷൻ ഓഫീസിന് മുന്നിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 3 രൂപയുടെ തൈക്ക് 1 രൂപ വെച്ച് കൊടുക്കാന്നാണ് പറഞ്ഞത്. അപ്പോഴും അവർക്ക് 1 രൂപയല്ല ആവശ്യം, രാജ്യത്തിന് പുരോഗതിയല്ല ആവശ്യം. അൺസീസണിൽ തൈ കൊടുക്കുക, അല്ലെങ്കിൽ കൊള്ളാത്ത തൈ കൊടുക്കുക, കൊള്ളാത്ത പച്ചക്കറി തൈ മാത്രമല്ല മറ്റുൽപ്പന്നങ്ങളൊക്കെ കൊടുക്കുക അവരുടെ ഏജൻസി മുഖാന്തരം. അവർക്ക് വേണ്ടത് കമ്മീഷനാണ്. ആർക്ക്? ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാരനും വേണ്ടത് കമ്മീഷനാണ്. എനിക്ക് ചിലപ്പോൾ അതിനെ എന്തെങ്കിലും സംഭവിച്ചാൽ പൂർണ്ണ ഉത്തരവാദിത്വം വൈക്കത്തെ CPIക്കാണെന്ന് ഞാൻ എടുത്തു പറയുകയാണ്. അത് കഴിഞ്ഞ് സംഭവിച്ചാലും വൈക്കത്തെ CPIക്കാർക്ക് മാത്രമാണ്. എന്നെ ഇല്ലാതെ ചെയ്യുന്ന 100% എനിക്കറിയാം. അത്തരം ഒരു ചാണക്യ ബുദ്ധിയാണ് ഈ TN രമേശനും പിന്നിൽ നിൽക്കുന്നവരുടെയും CPIക്കാരുടെയും തലയിലുള്ളത് എന്ന് എടുത്തു പറയാണ്. മരണം എനിക്ക് പ്രശ്നമല്ല. ഓക്കെ, ഇങ്ങനെ ഒരു FB പോസ്റ്റ്, ഒരു വീഡിയോ ഇട്ടതിന് ശേഷമാണ് അദ്ദേഹം വൈക്കത്തെ CPI ഓഫീസിന് മുന്നിൽ തൂങ്ങി മരിച്ചതെന്നാണ് വിവരം. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നു. ടോബി, അവിടെ ഒരു സംഘർഷം നിലനിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെ? തീർച്ചയായിട്ടും ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു സംഘർഷത്തിനുള്ള അല്ലെങ്കിൽ ഒരു അല്പം അസ്വസ്ഥമാണ് ആ പ്രദേശം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ പോസ്റ്റിനുള്ളിൽ നമ്മളിപ്പോൾ കേട്ടത് ഒരു ഭാഗം മാത്രമാണ്, പക്ഷെ അതല്ല, കുറച്ചുകൂടി ലെങ്തിലുള്ള ഒരു വീഡിയോയാണ്. CPI നേതൃത്വത്തിന് അല്ലെങ്കിൽ പ്രാദേശിക CPI നേതൃത്വവുമായി ഉണ്ടായ ഒരു തർക്കം അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ അദ്ദേഹം പോസ്റ്റ് ചെയ്തു. അതിൽ പറയുന്നത് തന്റെ കൃഷി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ചില CPI പ്രവർത്തകർ സമ്മതിക്കുന്നില്ല എന്നുള്ള ഒരു വിമർശനം അതിൻ്റെ അകത്തുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തത് ഇടതുപക്ഷത്തിന് വേണ്ടിയായിരുന്നു. ഇത്തവണ താൻ അവിടുത്തെ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കും, തനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദി CPI പ്രവർത്തകരായിരിക്കും എന്നുള്ളൊരു ആക്ഷേപം ഉന്നയിച്ചൊരു വീഡിയോ ഇന്നലെ പോസ്റ്റ് ചെയ്തിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഈ മരണം സംഭവിക്കുന്നത്. എന്തായാലും ഇത് ആത്മഹത്യയാണെന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ്. തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം നടക്കുന്ന ദിവസം ആയതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി ഇതിനെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസും അതുപോലെ തന്നെ BJP ഒക്കെ എടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിനോടകം തന്നെ അവിടെ പ്രവർത്തകർ ആരോപണങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഫോറൻസിക് വിഭാഗം അടക്കം വന്ന് വിശദമായ ശാസ്ത്രീയ പരിശോധനകളടക്കം കടക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, താങ്ക് യു. ടോബി ജോൺസൺ ആണ് വൈക്കത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.